കെ ഫാമിലിയിലെ അഹാന കൃഷ്ണ നടത്തുന്ന സാരിയുടെ ബ്രാൻഡായ സിയ ബൈ അഹദിശിക നടത്തുന്ന കൊള്ളലാഭമാണല്ലോ ഇപ്പോഴത്തെ സോഷ്യൽ മീഡിയയിലെ ചർച്ചാ വിഷയം. അതായത് അഹാന വിറ്റുകൊണ്ടിരുന്ന അതേ സാരി സ്റ്റോറീസ് ബൈ മിഥില എന്ന പേജിൽ വില കുറച്ച് വിൽക്കുന്നു. കൃത്യമായി പറഞ്ഞ അഹാന വിറ്റുകൊണ്ടിരുന്നത് 7499 ഈ സാരി സ്റ്റോറീസ് ബൈ മിഥിലയിൽ വിറ്റുകൊണ്ടിരുന്നത് വെറും 4800 രൂപക്കുമായിരുന്നു. അപ്പോൾ തന്നെ ജനങ്ങൾ സോഷ്യൽ മീഡിയയിൽ പലതരത്തിലുള്ള ചർച്ചകൾ നടത്തിയിരുന്നു. അതായത് കൊള്ളലാഭം ഉണ്ടാക്കുന്നു, തട്ടിപ്പ് നടത്തുന്നു എന്നൊക്കെ പറഞ്ഞു. കൊള്ളലാഭം ഉണ്ടാക്കുന്നത് ഓക്കെ സത്യമാണ്, പക്ഷെ തട്ടിപ്പ് നടത്തുന്നു എന്ന് പറഞ്ഞാൽ അതെനിക്ക് അങ്ങോട്ട് 100% അംഗീകരിച്ച് തരാൻ പറ്റില്ല. 100% അല്ല, ഒട്ടും തന്നെ അംഗീകരിച്ച് തരാൻ പറ്റില്ല. കാരണം തട്ടിപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ ഒരാൾക്ക് എന്തെങ്കിലും വാഗ്ദാനം ചെയ്ത് പണമോ മറ്റാനുകൂല്യമോ കൈപ്പറ്റിയിട്ട് അത് നടത്തി കൊടുക്കാതിരിക്കുമ്പോഴല്ലേ തട്ടിപ്പാകുന്നത്. എന്തായാലും നമുക്ക് അഹാനയുടെ പ്രൊമോഷൻ വീഡിയോ ആദ്യം ഒന്ന് കണ്ടു നോക്കാം. അഹാന കൃഷ്ണയുടെ വീഡിയോ കണ്ടപ്പോൾ ഏകദേശം മനസ്സിലായില്ലേ? ആ ഒരു സാരിയുടെ പ്രൊമോഷന് വേണ്ടി മാത്രം കൊടുത്തേക്കുന്ന എഫോർട്ട്. എന്തായാലും നമുക്ക് ഇതേ സെയിം സാരിയുടെ പ്രൊമോഷൻ സാരി സ്റ്റോറീസ് ബൈ മിഥിലയിലും കൂടി ഒന്ന് കണ്ടു നോക്കാം. എന്നിട്ട് ബാക്കി കാര്യങ്ങൾ പറയാം. കണ്ടില്ലേ? സെയിം സാരി, പക്ഷെ അഹാനയും ഇതിലെയും അവതരിപ്പിച്ച പ്രൊമോഷൻ രീതിയിലെ വ്യത്യാസം അത് നമ്മൾ ഇവിടെ പറയേണ്ടതാണ്. ഇപ്പൊ അഹാനയുടെ കേസ് പറയുകയാണെങ്കിൽ അഹാന പൂക്കളമൊക്കെ വെച്ച് സെറ്റ് ചെയ്ത് പിന്നെ ബാക്ക്ഗ്രൗണ്ട് സീനറി ഒക്കെ കണ്ടില്ലേ? നല്ലൊരു ഇൻവെസ്റ്റ്മെന്റ് ആ പ്രൊമോഷന് വേണ്ടി മാത്രം വഹിച്ചിട്ടുണ്ട്. പിന്നെ ക്യാമറ ക്വാളിറ്റിയുടെ കാര്യം പറയണ്ടല്ലോ, അപാരം തന്നെ. അതുപോലെ തന്നെ മിഥുനയുടെയും കുഴപ്പമുണ്ട് എന്നല്ലട്ടോ, പക്ഷെ അഹാന നല്ലൊരു എക്സ്പെൻസീവ് പ്രൊമോഷന് വേണ്ടി വഹിച്ചു എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ കമ്പയർ ചെയ്ത് പറഞ്ഞത്. അഹാന ഇത്രയും ഇൻവെസ്റ്റ്മെന്റ് ആ പ്രൊഡക്റ്റിന്റെ പ്രൊമോഷന് വേണ്ടി വഹിച്ചത് കൊണ്ട് തന്നെ പ്രൊഡക്റ്റിന്റെ വില കയറുന്നത് സ്വാഭാവികമാണ്. അതുകൊണ്ട് നമുക്ക് അഹാനനെ കുറ്റം പറയാൻ കഴിയില്ല. ഇപ്പൊ ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ 2 ഹോട്ടലിന്റെ കേസ് എടുക്കുക. അതായത് ഒരു 3 സ്റ്റാർ ഹോട്ടലും 5 സ്റ്റാർ ഹോട്ടലും. 3 സ്റ്റാർ ഹോട്ടലിൽ നമ്മ കുടിക്കുന്ന ചായയുടെ വില ആയിരിക്കില്ലല്ലോ 5 സ്റ്റാർ ഹോട്ടലില്. അതിന്റെ സ്റ്റാൻഡേർഡ് അനുസരിച്ച് അവർ വില കൂട്ടും. അതായത് ഹോട്ടലിൽ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. അതായത് അതിന്റെ ആംബിയൻസും ആ പുറത്തുള്ള വ്യൂവും എല്ലാം വ്യത്യാസം തന്നെയല്ലേ? ഇത്രയും ഫെസിലിറ്റി അവരൊരു കസ്റ്റമറിന് വേണ്ടി ഒരുക്കുമ്പോൾ അതിൻ്റെതായ ചെലവും വരും. അതുകൊണ്ട് ഇതും അഹാന ചെയ്തതും വെച്ച് കമ്പയർ ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാകാവുന്നതേ ഉള്ളൂ. എന്തായാലും നമുക്ക് ആ സാരിയുടെ ഡിസ്ക്രിപ്ഷൻ ഒക്കെ ഒന്ന് വായിച്ചു നോക്കാം. സാരിയെ പറ്റി നമ്മുടെ അഹാന ഡിസ്ക്രിപ്ഷൻ കൊടുത്തേക്കുന്നത്: പേര് രുക്മിണി, വില 7499, ക്രീം ഓർഗാൻസ സാരി വിത്ത് ഫ്ലോറൽ എംബ്രോയിഡറി. എന്തായാലും നമുക്ക് സാരി സ്റ്റോറീസ് ബൈ മിഥിലയിലും കൂടി ഒന്ന് വായിച്ചു നോക്കാം. വില 4800, ക്രീം ഓർഗാൻസ സാരി വിത്ത് ഫ്ലോറൽ എംബ്രോയിഡറി. കേട്ടില്ലേ? രണ്ടുപേരുടെ സാരി ഡിസ്ക്രിപ്ഷൻ എല്ലാം സെയിം ആണ്, പക്ഷെ പ്രൊമോഷൻ ആയിട്ട് സ്വീകരിച്ച വഴിയിലാണ് വ്യത്യാസം. അഹാനയുടെ കണ്ടപ്പോൾ എനിക്ക് തോന്നിയത് ഒരു ബിസിനസ് ക്ലാസ് പ്രീമിയം പ്രൊമോഷൻ ആയിട്ടാണ്. അതുകൊണ്ട് വിലയും കയറുന്നത് സ്വാഭാവികമാണ്. പിന്നെ ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം, ഇവരൊക്കെ സെലിബ്രിറ്റികളാണല്ലോ. അപ്പോൾ ഒരു പ്രൊഡക്റ്റ് ഇട്ട് അതിന് 10,000 രൂപ പറഞ്ഞാലും എടുക്കാൻ കസ്റ്റമേഴ്സ് റെഡിയാണ്. കാരണം ഞാൻ ഈ വെബ്സൈറ്റിൽ പോയി നോക്കിയപ്പോൾ മിക്ക പ്രൊഡക്റ്റും ഔട്ട് ഓഫ് സ്റ്റോക്ക് ആണ്. അപ്പോൾ തന്നെ മനസ്സിലാക്കാലോ, ഒരു പ്രൊഡക്റ്റ് ഇടേണ്ട താമസം. അപ്പൊ തന്നെ മേടിക്കാൻ ആൾക്കാർ ഇങ്ങനെ വരിയായിട്ട് ക്യൂ ആണ്. എന്തായാലും ഇവരുടെ വെബ്സൈറ്റിൽ നിന്ന് പ്രൊഡക്റ്റ് വാങ്ങിയ ഒരു കസ്റ്റമർ റിയാക്ഷൻ വീഡിയോയുമായി രംഗത്ത് വന്നിട്ടുണ്ട്. നമുക്ക് അവരുടെ വീഡിയോയും കൂടി കണ്ടിട്ട് ബാക്കി കാര്യങ്ങൾ പറയാം. ഒരു സെലിബ്രിറ്റി ബ്രാൻഡിൽ നിന്ന് വാങ്ങുന്നു എന്ന ഒറ്റ കാരണം കൊണ്ട് ഓൾമോസ്റ്റ് 5000 rupees ആണ് എക്സ്ട്രാ ചാർജ് ചെയ്യുന്നത്. ഈസ് ഇറ്റ് വർത്ത് ഇറ്റ്? യെസ്, ഐ ഹാവ് പ്രൂഫ്. റീസെന്റ് ഒരു സെലിബ്രിറ്റി ബ്രാൻഡിന്റെ ഓണം കളക്ഷൻസ് ലോഞ്ച് ചെയ്തപ്പോൾ അതിനകത്ത് ഒരു ഫ്ലോറൽ ഓർഗൻസ സാരി. പേടിച്ചിട്ടാണോ മുഖം മറിച്ചിരിക്കുന്നത്? എന്തായാലും ഞങ്ങൾക്ക് ആ സീനറിയും ബാക്ക്ഗ്രൗണ്ടും കണ്ടപ്പോൾ മനസ്സിലായി കക്ഷി അഹാന തന്നെയെന്ന്. എന്തായാലും ചേച്ചി ബാക്കിയും കൂടി പറ. കളറിൽ ഫ്ലവർ പ്രിന്റ്സ് ഉള്ള ഒരു ഓർഗൻസ സാരി എനിക്ക് ഇഷ്ടപ്പെട്ട് ഞാൻ അത് നോക്കിയിരുന്നു. ഞാൻ അവരുടെ വെബ്സൈറ്റിൽ കയറി നോക്കിയപ്പോൾ അതിന്റെ റേറ്റ് ഓൾമോസ്റ്റ് 7999 ആണ് കിടക്കുന്നത്. ഇപ്പൊ സോൾഡ് ഔട്ട് ആണ്. ആൻഡ് ഇന്ന് ഞാൻ അപ്പോൾ തന്നെ മനസ്സിലാക്കാലോ, അവരെത്ര വില ഇട്ടാലും മേടിക്കാൻ കസ്റ്റമേഴ്സ് ഉണ്ട്. ഒരു സാരി ബ്രാൻഡ് ദാറ്റ് ഈസ് ഓൾസോ വൺ ഓഫ് ദ ഫേമസ് സാരി ബ്രാൻഡ്, അവരുടെ അടുത്ത് സെയിം പ്രൊഡക്റ്റ് ഞാൻ കണ്ടപ്പോൾ അവരുടെ അടുത്ത് റേറ്റ് ചോദിച്ചപ്പോൾ ഇറ്റ് ഈസ് 4800. ദ സെയിം സാരി, എക്സാക്ട് സെയിം ഡീറ്റെയിൽസ്, എവറിത്തിങ് സെയിം.
ഓൾമോസ്റ്റ് 4,800, അപ്രോക്സിമേറ്റ്ലി 5,000, ആൻഡ് അതർ വൺ ഇസ് 4,000. അപ്പൊ എന്താണെങ്കിലും ഈ രണ്ടാമത് പറഞ്ഞ ബ്രാൻഡുകാരും അറ്റ്ലീസ്റ്റ് മിനിമം 1,000 റുപ്പീസ് പ്രോഫിറ്റ് അതിനകത്ത് എടുത്തിട്ടുണ്ടാവും ഇല്ലേ? അപ്പൊ ആ സാരിയുടെ ആക്ച്വൽ പ്രൈസ് എത്രയാണ് വരുന്നത്? മേ ബി ഒരു 3,800 നമ്മൾ അസ്യൂം ചെയ്തോ. ഈ 3,800 സാരിയാണ് 8,000 റുപ്പീസിന് ജസ്റ്റ് ബിക്കോസ് ഇറ്റ് ഇസ് എ സെലിബ്രിറ്റി ബ്രാൻഡ് ദേ ആർ സെല്ലിംഗ് ഓൾമോസ്റ്റ് ഡബിൾ ദ പ്രൈസ് ഓഫ് ദ പ്രോഡക്റ്റ്. I understand it's a celebrity brand, they have their celebrity value, I understand. But if that is a product which they are putting some effort into, I can understand for putting such a margin because ഒരു എഫോർട്ട് ഇട്ടിട്ടുണ്ടല്ലോ. എനിക്കത് മനസ്സിലായത് ആ പ്രൊമോഷൻ വീഡിയോ കണ്ടപ്പോഴാണ്. അഹാന ചെയ്ത പ്രൊമോഷനും സാരി സ്റ്റോറീസിൽ കണ്ട പ്രൊമോഷനും നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. അവരുടെ ടൈം എടുത്തിട്ട് അല്ലെങ്കിൽ അവരുടെ ഒരു എഫേർട്ട് എടുത്തിട്ട് അഡീഷണലി ദേ ആർ ഡൂയിങ് ഓൾ ദീസ് തിങ്സ് ഓൺ ദാറ്റ് പെർട്ടിക്കുലർ ഒരു ഔട്ട്ഫിറ്റ് ഡിസൈൻ ചെയ്യാനും അവരുടെ ഒരു ക്രിയേറ്റിവിറ്റിയിൽ ഉണ്ടായ ഒരു സാധനമാണെങ്കിൽ ഓക്കെ. ഇവിടെ ക്രിയേറ്റിവിറ്റി ആയിട്ട് നമ്മൾ ചൂണ്ടിക്കാണിക്കേണ്ടത് ആ പ്രൊമോഷൻ രീതിയാണ്. അഹാന ചെയ്ത ക്രിയേറ്റിവിറ്റി കണ്ടതാണല്ലോ. ഫ്ലവറൊക്കെ വെച്ച് വളരെ ആലങ്കാരികമായിട്ടാണ് പ്രൊമോഷൻ ചെയ്തത്. സാരി സ്റ്റോറീസിലും നല്ല രീതിയിൽ തന്നെയാണ് പ്രൊമോഷൻ ചെയ്തത്. എന്തായാലും ബാക്കിയും കൂടി പറ. ജസ്റ്റ് ഫോട്ടോ ഷൂട്ട് ചെയ്ത് ഇടുന്ന ഒരു പ്രൊഡക്റ്റിനാണ് ദേ ആർ ചാർജിങ് ഓൾമോസ്റ്റ് ഡബിൾ ദ പ്രൈസ് ഓഫ് ദ പ്രോഡക്റ്റ്. സോ യു ജസ്റ്റ് ഇമാജിൻ ജസ്റ്റ് ബിക്കോസ് ഇറ്റ്സ് എ സെലിബ്രിറ്റി ബ്രാൻഡ് ഓർ ഇൻ ദ നെയിം ഓഫ് എ സെലിബ്രിറ്റി ഹൗ ദേ ആർ ലൂട്ടിങ് us. കേട്ടില്ലേ? സെലിബ്രിറ്റി എന്ന ബ്രാൻഡ് നെയിം വെച്ച് കൊള്ള ലാഭം ഉണ്ടാക്കുന്നു എന്നാണ് ആ ചേച്ചി പറഞ്ഞത്. ഇതിനോട് എനിക്ക് പറയാനുള്ളത് KK ഫാമിലി എന്ന് പറയുന്നത് തന്നെ ഒരു വലിയ ബ്രാൻഡ് നെയിം അല്ലേ? അപ്പോൾ അവരുടെ ഒരു പ്രൊഡക്റ്റിന് അതിൻ്റെതായ വില വരും, അത് സ്വാഭാവികമാണ്. പിന്നെ ഇതിന് മറുപടിയായിട്ട് എനിക്ക് പറയാനുള്ള മറ്റൊരു ഉദാഹരണം ആ ഹോട്ടലിന്റെ കേസില്ലേ? അതായത് കാശുള്ളവൻ കാശ് കൂടിയ ഹോട്ടലിൽ പോയി കഴിക്കും, ബഡ്ജറ്റ് കുറഞ്ഞവൻ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ഹോട്ടലിൽ പോയി കഴിക്കും. അത് തന്നെയാണ് ഈ ക്ലോത്തിന്റെ കേസിലും എനിക്ക് പറയാനുള്ളത്. നിങ്ങൾക്ക് എന്ത് തോന്നുന്നു എന്ന് താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താം. അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ ബൈ.